ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 മണി വരെ രേഖപ്പെടുത്തിയത് 29.31% പോളിംഗ്. ആദ്യ 2 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് സിംഡേഗ മണ്ഡലത്തിൽ 15.09%. പോളിംഗ് വിവരങ്ങളുമായി മാളവിക എസ് ഉണ്ട്. മാളവിക, എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എവിടെയാണ്? ആതിര, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റുമുട്ടലാണ് ഇത്തവണ നടക്കുന്നത്. വളരെ സമാധാനപരമായ രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. ആദ്യ 2 മണിക്കൂറിൽ, അതായത് ഏകദേശം 9 മണിയോടുകൂടി 13% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ 11 മണി അതായത് ആദ്യ 4 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 29.31% പോളിംഗ് ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ആദ്യ 2 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് സിംഡേഗ മണ്ഡലത്തിലാണ്, 15.09%. സിംഡേഗയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു മണ്ഡലമാണ്. കാരണം 2019 സിംഡേഗ മണ്ഡലത്തിൽ കോൺഗ്രസ് BJPയെ പരാജയപ്പെടുത്തിയത് വളരെ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ്. 285 വോട്ടുകൾക്കാണ് കോൺഗ്രസ് BJPയെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സിംഡേഗ എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ആദ്യ 2 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടുപുറകെ തന്നെ ചമ്പൈ സോറൻ മത്സരിക്കുന്ന സറൈക്കേല മണ്ഡലത്തിൽ 14.62% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് 11.25%. അത് സിംഗ്ഭൂം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. ഇതൊക്കെ ആദ്യ 2 മണിക്കൂർ 4 മണിക്കൂറിനകത്ത് വരുന്ന കണക്കുകളാണ്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ തന്നെ സിംഡേഗ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലമാണെന്നുള്ളത് എടുത്തു പറയാം. അതുപോലെ തന്നെ ചമ്പൈ സോറൻ, ഹേമന്ത് സോറൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. ഇന്നത്തെ ആദ്യഘട്ടത്തിൽ 43 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 683ഓളം സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. അവരാണ് ജനവിധി തേടുന്നത്. അതിൽ തന്നെ 6 പട്ടികജാതി മണ്ഡലങ്ങളും 20 പട്ടികവർഗ മണ്ഡലങ്ങളുമുണ്ട്. നിർണായകമായ 5 മണ്ഡലങ്ങൾ, അതായത് സറൈക്കേല, ജംഷഡ്പൂർ ഈസ്റ്റ്, ജംഷഡ്പൂർ വെസ്റ്റ്, ജഗന്നാഥ്പൂർ, അതുപോലെ റാഞ്ചി, ഈ മണ്ഡലങ്ങളാണ് ഈ ആദ്യഘട്ടത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. കാരണം അതിൽ മത്സരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. മുൻ മുഖ്യമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ ചമ്പൈ സോറൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സറൈക്കേലയിൽ നിന്നാണ് മത്സരിക്കുന്നത്. ചമ്പൈ സോറൻ ഏറ്റുമുട്ടുന്നത് JMMലെ ഗണേഷ് മഹാലിയുമായാണ്. അതുപോലെ റാഞ്ചിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യസഭാ MP ആയ മഹുവ മാജിയാണ് JMM സ്ഥാനാർത്ഥിയായി റാഞ്ചിയിൽ നിന്നും മത്സരിക്കുന്നത്. മഹുവ നേരിടുന്നത് BJPയുടെ നിലവിലെ MLA ആയ CP സിംഗിനെയാണ്. ശക്തമായ മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇതുവരെ സമാധാനമായ രീതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. നിലവിൽ ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് 29.31% പോളിംഗ് ആണ്. ആതിര.